ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ്. ഈ ഒരു വീട്ടിൽ നിന്നും നമുക്ക് ബസ് റൂട്ടിലേക്ക് ഏകദേശം 1 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്ക്, ഇടപ്പള്ളി ലുലു ഇവിടേക്കൊക്കെ വളരെ എളുപ്പനേരം കൊണ്ട് തന്നെ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 10 വില്ലകളാണ് നമുക്കിവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ പോക്കറ്റിന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയ റേറ്റിലുള്ള വില്ലകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ്, ഈ വില്ലകളുടെ പ്രൈസ് ഏറ്റവും ലാസ്റ്റ് പറയുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു സാധാരണക്കാരന് പോലും അഫോർഡബിൾ ആയ റേറ്റിലാണ് ഈ കാണുന്ന 10 വില്ലകളും അവർ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ സൗകര്യങ്ങൾക്ക് ഒട്ടും തന്നെ കുറവില്ല താനും. അപ്പോൾ നമുക്ക് ഈ വില്ലകളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം വരുന്നത്. ഏകദേശം നമ്മളുടെ ഈ ഒരു വില്ലകളുടെ ഫ്രണ്ടിൽ വരെയൊക്കെ ടാർ റോഡാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ഈ 10 വില്ലകളിലേക്ക് സ്റ്റാർട്ട് ചെയ്ത വഴി തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് ഇൻ്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി വീടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടു. അത്യാവശ്യം നല്ല ഭംഗിയുള്ള എലിവേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളാണെങ്കിലും അത്യാവശ്യം ഭംഗിയുള്ള പെയിൻറ്റിങ്സും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഗേറ്റും അതിലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മെയിൻ 2 പില്ലേഴ്സിലായിട്ട് നല്ല ഭംഗിയുള്ള 2 ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് നീക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു സൈഡിൻ്റെ ഇതേപോലത്തെ മോഡലാണ് ആ ഒരു സൈഡും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ ഈ ഒരു പാളി തുറന്നു വയ്ക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ കാർ പോർച്ചിലേക്ക് വരുന്ന സമയത്ത് ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് 2 വീലേഴ്സൊക്കെ 1 2 ഒക്കെ വെക്കാനുള്ള സ്പേസ് അവിടെയൊക്കെ ധാരാളമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ചെടിച്ചട്ടികളിലൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ മുകളിൽ ആ ഭാഗത്തൊക്കെ വയ്ക്കാനായിട്ട് തന്നെ കുറച്ച് ഹൈറ്റിലായിട്ട് കുറച്ച് സ്പേസ് ഒക്കെ അവരിങ്ങനെ കെട്ടിയുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീടിൻ്റെ ബാക്കിലേക്ക് നല്ല രീതിയിൽ തന്നെ അവർ സ്പേസ് ഇട്ടിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം 2-3 പേർക്കൊക്കെ കടന്നു പോകാനുള്ള നല്ല സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ അവർ ബേബി മെറ്റൽസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് നിങ്ങൾക്ക് കാണാം, കിണറിൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ്. അപ്പം ഈ ഒരു വീട്ടിലേക്കുള്ള കുടിവെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് വെൽ വാട്ടറാണ്, കിണറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ സറൗണ്ടിങ് ഏരിയാസ്, കാർ പോർച്ചും അതുൾപ്പെടെയുള്ള ബാക്കി വരുന്ന സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് തന്നെയാണ് ഇതിൻ്റെ മുറ്റവും പരിസരങ്ങളും ഒക്കെ അവർ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും അവിടെയും വർക്ക് ഏരിയ നമുക്ക് കാണാം. പകുതി വരെ നമുക്ക് അങ്ങോട്ട് കടന്നു പോകാം. ബാക്കിയൊക്കെ തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീടിൻ്റെ മെയിൻ കാർ പോർച്ചിൻ്റെ 2 പില്ലറുകൾ വന്നിട്ട് ഇതുപോലുള്ളൊരു കോപ്പർ കളർ ഡിസൈനുള്ള ഒരു ടെക്സ്ചർ വർക്കിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയേണ്ടത്, നിങ്ങൾക്കറിയാം ഇപ്പം നോർമലി ചെയ്യുന്ന എല്ലാ വീടുകളിലും തന്നെ ആവശ്യത്തിനുള്ള നല്ല LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ട് തന്നെയാണ് എല്ലാ വീടുകളും ചെയ്യാറുള്ളത്. അതിപ്പോൾ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ഇതായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അങ്ങനെ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അതൊന്നും എടുത്ത് പറയാത്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഒരു ഒതുങ്ങിയ സിറ്റ് ഔട്ടാണ്. 2-3 ചെയറുകളൊക്കെ ഇടാവുന്ന രീതിയിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ വന്നിട്ട് ഗ്രാനൈറ്റിലും മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് കളറിലുള്ള ടൈലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്.
ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഫ്ലോർ വന്നിട്ട് നമ്മൾ നേരത്തെ സിറ്റ് ഔട്ടിൽ കണ്ട സെയിം ഒരു വൈറ്റ് കളറിലെ ചെറിയ ഡിസൈൻ ആയിട്ടൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം റിസീവ് ചെയ്ത നമ്മൾ കാണുന്നത് TV യൂണിറ്റിൻ്റെ ആ ഒരു ഏരിയയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടൊരു ആഷ് കളറിലുള്ള ഒരു വാൾപേപ്പറാണ് അവർ ഒട്ടിച്ചിരിക്കുന്നത്. അതിനകത്ത് നല്ല രീതിയിൽ തന്നെ TV യൂണിറ്റിന് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ചെറിയ ചെറിയ ഡ്രോസും ഓപ്പൺ ആയിട്ടുള്ള ചെറിയ വിൻഡോസ് പോലത്തെ ഓപ്പൺ കബോർഡ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ LED ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് TV യൂണിറ്റിൻ്റെ ഏരിയ ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് വരുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് റൂഫ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഡൈനിങ്ങിൻ്റെ ആ ഒരു എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു നല്ലൊരു വുഡൻ വർക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പോക്കറ്റ് ഷെൽഫുകളൊക്കെ ആയിട്ട് അതിനിടയിലാണെന്നുണ്ടെങ്കിലും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. ഏകദേശം ഒരു 5 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയയുടെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയൊരു ഭാഗം കുറച്ച് വേക്കൻ്റ് ആയിട്ട് സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ പെർഗോള രീതിയിൽ കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റെപ്പിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കബോർഡുകളായിട്ട് കൺവെർട്ട് ചെയ്ത് ഡോറുകളൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡൈനിങ് ഏരിയയിൽ നമുക്ക് അടുത്തറിയേണ്ടത് ഇനി ഇവിടുത്തെ നമ്മളുടെ വാഷിംഗ് കൗണ്ടർ എവിടെയാണെന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് കൗണ്ടർ വരുന്നത്. അതാണെന്നുണ്ടെങ്കിലും ഒരു വുഡൻ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത്. അതിന് താഴെയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിലും കബോർഡായിട്ട് കൺവെർട്ട് ചെയ്ത് ഡോറ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ നല്ല ഭംഗിയുള്ള ആഷ് കളറിലുള്ള ഒരു വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ സീലിങ്ങിൽ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഡൈനിങ് സ്പേസും അവർ മനോഹരമാക്കിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും ഇവിടേക്കാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് നമ്മൾ നേരെ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടുത്തെ വിൻഡോസ്. ഇവിടെ ഒരു 3 വിൻഡോസും ഇവിടെ ഒരു 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ വർക്കുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് റൂഫ് ബ്യൂട്ടിഫിക്കേഷനൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. കബോർഡുകളൊക്കെ വരുന്നത് ആ ഒരു കോർണർ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള ഒരു കബോർഡുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ട ഫെസിലിറ്റികളെല്ലാം തന്നെ കൊടുത്തിട്ടാണ് ആ കബോർഡ് 3ആയിട്ട് തിരിച്ചിട്ട് ചെറിയ ഡ്രോസും ഒക്കെ ആയിട്ട് എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ടാണ് ഇവിടുത്തെ കബോർഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ബാത്റൂമിൻ്റെ ഡോർ വന്നിട്ട് ഈ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. വോളിലും ഫ്ലോറിലും കൊടുത്തിരിക്കുന്ന ടൈലുകളെല്ലാം തന്നെ ഒരു ആഷ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ ഒരു ബെഡ്റൂമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ ബെഡ്റൂം കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കബോർഡുകളെല്ലാം തന്നെ ഒരു ആഷ് കളറിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 3 വിൻഡോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മുകൾ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. സിങ്ക് വിത്ത് 2 പൈപ്പ് കണക്ഷൻസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണിൽ അവർ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്ന് മാനേജ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ചെറിയ ഏരിയയാണ് വർക്ക് ഏരിയയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗവും സൈഡും ഒക്കെ ഇതുപോലെ ഷീറ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ GS സ്ക്വയർ ട്യൂബിൻ്റെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഡോറുകളൊക്കെ കൊടുത്തിട്ടാണ് കംപ്ലീറ്റ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഏകദേശം ഇവിടുത്തെ കിണർ വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നതെന്ന്. അപ്പോൾ നമ്മളങ്ങനെ ഈ വീട്ടിലെ താഴത്തെ ഫ്ലോറിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്പിലെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ബ്ലാക്കിഷ് കളറിലുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറുന്നു വരുന്ന വഴിക്കൊക്കെ നിങ്ങൾക്ക് കാണാം. മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ റൂഫിൽ അവർ വർക്കുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ നിന്നിട്ട് ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാം ഈ ഒരു ഹാളിലേക്കുള്ള നല്ല രീതിയിൽ തന്നെ നമുക്ക് വെളിച്ചം കിട്ടുവാനായിട്ട് പെർഗോള മോഡലിലുള്ള കുറച്ച് ഓപ്പണിങ്സ് ആണ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിൻ്റെ താഴെ നിന്ന സമയത്ത് നമ്മളൊരു ബെഡ്റൂമാണ് താഴെ കണ്ടത്. ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ കൂടിയാണ് അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ഒരു 3 BHK ഹൗസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് നമ്മൾ നേരെ കയറി വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്തൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഡോറാണ്. ഇതൊരു ബെഡ്റൂമാണ്. നമുക്ക് ഫസ്റ്റ് കണ്ട ഡോർ തന്നെ ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം. ബെഡ്റൂമിൻ്റെയൊക്കെ ഡോറുകളുടെ പാറ്റേൺ എല്ലാം തന്നെ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമായിട്ട് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാം ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും അവിടെ 2 വിൻഡോസും ആയിട്ടാണ് ഇവിടത്തേക്കുള്ള എയർ സർക്കുലേഷനുള്ള പാസേജ് അവർ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം തന്നെയാണ്. ടൈലുകൾ മാത്രം കളർ ചെറുതായിട്ടൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലുകളാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങുന്ന സമയത്ത് ആ ബെഡ്റൂമിൻ്റെ ജസ്റ്റ് ആ ഒരു എൻട്രിയിൽ തന്നെ ഇതുപോലൊരു ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വലിയ ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ കവർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ബാക്കിയുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടാൽ തന്നെ അറിയാം, നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വളരെ ക്വയറ്റ് ആൻഡ് കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഈ വീടെന്നുള്ളത് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാം. ഇന്ന് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് എത്തിപ്പെടുകയും ചെയ്യാം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബാൽക്കണിയുടെ പകുതിയോളം തന്നെ അവർ മുകൾ ഭാഗമൊക്കെ കവർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ബാൽക്കണി കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ് വരുന്നത്. ആ സമയത്ത് നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഫൈനൽ ബെഡ്റൂമാണ്. ഈ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് മറ്റ് 2 ബെഡ്റൂമുകളെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും വിൻഡോസ് വരുന്നത് ഈ 2 സൈഡിലായിട്ടാണ്. റൂഫിൽ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നത്. ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റിയുള്ള നല്ലൊരു കബോർഡ് കൂടിയാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ളതും ക്ലോസ്ഡ് ആയിട്ടുള്ളതുമായ ഡോറുകളൊക്കെ വെച്ച് LED ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല അട്രാക്റ്റീവായ രീതിയിൽ തന്നെയാണ് ഈ ഒരു കബോർഡ് ഈ ഒരു ബെഡ്റൂമിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് ഗ്രേ കളറിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ബാത്റൂമായിട്ട് തന്നെയാണ് ഈ റൂമിൽ അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ഫൈനൽ ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഹാളിൽ നിന്നും തുറക്കുന്ന ഒരു ഡോറ് കൂടിയാണ് ഉള്ളത്. അത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ളതാണ്. മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ നമുക്ക് സ്റ്റെപ്പുകൾ കാണാം. മുകളിൽ ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത്. സാധാരണ കാണുന്ന വീടുകളിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നല്ല രീതിയിൽ കമ്പിയുടെ അല്ലാതെ വാർത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് നമ്മളോട് അങ്ങനെ ഒരു സജഷൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ മുകളിൽ നമ്മൾ ആ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇതുപോലുള്ള മെറ്റീരിയലുള്ളൊരു സ്റ്റെപ്പാണ് ഫിക്സ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ വെച്ചുകൂടെ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണെങ്കിൽ പോലും എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ട് തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നല്ല മനോഹരമായൊരു വീട് കണ്ടു. ഇതിന് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബഡ്ജറ്റിന് വളരെ ഫ്രണ്ട്ലി ആയൊരു വീടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു 10 വില്ലകളാണ് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. അതിനകത്ത് ഓരോന്നിൻ്റെയും റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ഈ ഒരു വീടെന്ന് പറയുന്നത് 3 സെൻറ്റിൽ കുറച്ചും കൂടെയാണ് ലാൻഡ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 3 സെൻറ്റും അതിന് കുറച്ചും കൂടെ ലാൻഡ് കൂടുതലുണ്ട്. ഇതിന് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1532 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഈ ഒരു വീടിന് അവരുദ്ദേശിക്കുന്ന റേറ്റ് 55 lakhs ആണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്.
അപ്പോൾ ബാക്കിയുള്ള 10 വില്ലകളുടെ റേറ്റ് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വരുന്ന മെജോറിറ്റി വില്ലകളും വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 55 lakhs, 58 lakhs, 57 lakhs, 58, 60 ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചുകൾ, അതായത് 55-നും ഏകദേശം ഒരു 60-നും ഇടയിലുള്ള പ്രൈസ് കാറ്റഗറികളിലാണ് ഇതിനകത്തുള്ള വീടുകൾ വരുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡിൽ വരുന്നതും സ്ക്വയർ ഫീറ്റിൽ വരുന്നതുമായ ഡിഫറൻസ് ആണ്. അപ്പം ഈ വീട് ഏകദേശം ഒരു 3 സെൻറ്റും അതിന് കുറച്ചും കൂടെ ലാൻഡുണ്ട്. ഇതിനടുത്ത് വരുന്ന വീട് 3 സെൻറ്റും അതിനേക്കാൾ കുറച്ചും കൂടെ ലാൻഡുണ്ട്. ചിലത് 3.5 വരുന്നുണ്ട്, ചിലത് 3.6 വരുന്നുണ്ട്, ചിലത് 4 സെൻറ്റ് വരുന്നുണ്ട്, 3.1 വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ സ്ക്വയർ ഫീറ്റും അതനുസരിച്ചിട്ട് ഡിഫറൻ്റ് ആണ്. 1400, 1500, 1600 അങ്ങനെയുള്ള സ്ക്വയർ ഫീറ്റിലും പല പല കാറ്റഗറീസ് ആണ് വരുന്നത്. പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 55-നും 60-ക്കും ഇടയ്ക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയൊരു വില്ലകൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ വില്ലകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിലും ഇതൊന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ മാർബിൾ ഹോംസിൽ കാണുന്ന ഈ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്ന വീടുകൾ മാത്രമല്ല, നമ്മൾ അഡ്വർടൈസ് ചെയ്യാത്തതുമായ ഒരുപാട് വീടുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എല്ലാ വീടുകളും ഇപ്പോൾ നമ്മൾ ബിൽഡർ ഇൻഫോം ചെയ്യുന്ന അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് പോയിട്ട് എല്ലാത്തിൻ്റെയും വീഡിയോസ് എടുത്ത് ചാനലിൽ ഇടാനായിട്ട് ടൈം തികയാത്തൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതിനകത്ത് കാണുന്ന ആ വീടുകൾ മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്. നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയ വീടുകൾ നമ്മുടെ അടുത്ത് എല്ലാ ഭാഗത്തും തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ വീട് എന്നുള്ള ഒരു സ്വപ്നം തീർച്ചയായിട്ടും സാക്ഷാത്കരിച്ച് തരാനായിട്ട് മാർബിൾ ഹോംസ് എന്നും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസും ഇതുപോലുള്ള നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വീടുകൾ സ്വന്തമാക്കാനൊക്കെ ആയിട്ട് മാർബിൾ ഹോംസിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും അത് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോൾ അടുത്ത ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.